ഞാന് ഈ മറ്റ് ചാണക സംഖ്യകളുണ്ട്, വിവരമെന്ന് പറയുന്ന ഇല്ലാത്ത ഗോമൂത്രം സേവിച്ച് നടക്കുന്നു. അവറ്റകളെ ചില സ്റ്റേറ്റ്മെന്റും അവറ്റകൾക്കെതിരെ ആരെങ്കിലും പ്രതിഷേധിക്കുമ്പോൾ അതിൽ രാജ്യദ്രോഹികളാക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികൾ ആ നാറിയ വർഗത്തിലാണുള്ളത്. മനസ്സിലായ? രാജ്യത്തിനെതിരെ എല്ലാ കാര്യങ്ങളും, രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ പാകിസ്ഥാനൊക്കെ ഒറ്റുകൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഈ തെമ്മാടി കൂട്ടങ്ങളിലുള്ള ടീംസിനെയാണ്. അതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളോട് കാണുന്നില്ല. എന്നിട്ടാണ് ഇവറ്റകൾ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ ഉടനെ രാജ്യദ്രോഹികളാക്കുക. ഇവറ്റകളാരാ? ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഈ ചാണക തെമ്മാടികളാണ്. ഞാനിത് പറയാണ്ടായ സാഹചര്യം, ഇപ്പൊ ഒരു പുതിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി. എന്നാൽ അതിന്റെ കൊക്രോച്ചിയ എന്തോ ഒരു പാർട്ടി. ഞാനതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പൊ ഏകദേശം അതിനകത്ത് എത്രയോ മില്യൺ കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്ന് ചേരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ന്യൂസിലേക്ക് കൂടിയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ കാണാം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ യങ്ങിന്റെ ആൾക്കാർ, ഇപ്പോഴത്തെ ജൻസികൾ കൂട്ടായ്മ, അപ്പൊ അതിനോട് രാഷ്ട്രീയപരമായിട്ടോ മറ്റേതെങ്കിലും കാര്യത്തിലോ എതിർപ്പുണ്ടെങ്കിൽ ആ തരത്തിൽ അടയാളപ്പെടുത്തുക. അങ്ങനെയല്ലേ വേണ്ടത്? അതിന് പകരം ഈ ചാണകങ്ങൾ ഉടനെ കയറി വന്നു. രാജ്യദ്രോഹികൾ, രാജ്യത്തിന്റെ ഭീഷണി, ഇവറ്റകളാണ് ഇവിടുത്തെ രാജ്യത്തിന്റെ ഭീഷണി. കാരണം ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ച് വ്യഭിചരിച്ച് തട്ടിക്കൂട്ടിയ ഗവൺമെന്റുകളാണ് ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിപക്ഷ സ്റ്റേറ്റുകളും. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതും എന്താ പറയുക, ജനാധിപത്യത്തെ വ്യഭിചരിച്ച് വന്നത്. മറ്റേ ജനാധിപത്യത്തിൽ കൂടി വന്നതല്ല. അപ്പൊ ഇവറ്റകളാണ് ഏറ്റവും വലിയ നമ്പർ 1 രാജ്യദ്രോഹികൾ. അതൊന്ന്. അപ്പൊ അവരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാണ്ടായ കാരണം എന്താന്ന് പറയാം നിങ്ങൾ? അവര് 5 അജണ്ട മുന്നോട്ട് വെച്ച്, ആ വെച്ച 5 അജണ്ടയും ദേശവിരുദ്ധ പോലും. ഈ ചാണകങ്ങൾ പറയും, ഗോമൂത്രം സേവിച്ച് നടക്കുന്ന ഈ പരമനാറികൾ പറയാ. അപ്പൊ ഞാൻ ആ 5 ഇവര് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താ എന്ന് സോഷ്യൽ മീഡിയയിലെ കൂടി അത് ചെക്ക് ചെയ്ത് ഞാനത് പരിശോധിച്ച് അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും ഉതകുന്നതായ ഒരാശയങ്ങളാണ് ഈ ജൻസി ടീം മുന്നോട്ട് വെച്ചത്. അതിനകത്ത് 2 അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരെങ്ങനെ പിറവി കൊണ്ടെന്നും അത് ഏത് തരത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള സൂചനയായിട്ടാണ് 2 വാദങ്ങൾ. 3 ഈ തെമ്മാടിക്കൂട്ടങ്ങൾ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നതിനെതിരെ ഉള്ള അതായത് അതിനകത്ത് ഒന്നാമത് 50% സ്ത്രീ സംവരണം ഉണ്ടാക്കുക. അത് പറഞ്ഞതാണ് ഈ നാറിയ ചാണക ഗോമൂത്ര സേവകർക്ക് രാജ്യദ്രോഹമായിട്ട് തോന്നിയത്. അതൊന്ന്. 2 വെച്ചത്, ഒരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ വിജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ഈ ചില അധികാര തെമ്മാടികൾ ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് മുണ്ടുപൊക്കി കാണിച്ചിട്ട് ആരെയാണോ ആ ജനങ്ങൾ എതിർത്തത് അവരുടെ പക്ഷത്തേക്ക് ചായുക. അത്തരക്കാർക്ക് 20 വർഷത്തേക്ക് മത്സര രംഗത്ത് വിലക്കേർപ്പെടുത്തുക എന്നതാണ് 2 വെച്ചത്. അത് 20 വർഷം എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. ആജീവനാന്തകാലം അത്തരം തെമ്മാടികളെ മത്സരിപ്പിക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എന്റെ പക്ഷം. അത് 2. 3 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നീറ്റ് പരീക്ഷന്റെ ചോദ്യപേപ്പർ പുറത്തായതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കുക അല്ലെങ്കിൽ രാജിവെക്കുക. ഇതാണ് 3 അവർ വെച്ച ആവശ്യം. ഈ 3 ആവശ്യങ്ങൾ വെക്കുമ്പോഴാണ് ഈ നാറികൾക്ക് രാജ്യദ്രോഹമായിട്ട് തോന്നിയത്. ഇവറ്റകളോട് ചോദിക്കാനും പറയാനും ഇപ്പൊ ആരും ഇല്ലല്ലോ, അല്ലേ? അതുകൊണ്ട് ഇവറ്റകൾക്ക് എന്തും പറയാം. അതങ്ങനെ. പിന്നെ ഇവറ്റകൾ വലിയ രാജ്യസ്നേഹവും രാജ്യത്തിന്റെ പുരോഗതിയാണ് എന്നൊക്കെ വാണടിക്കുന്നുണ്ടല്ലോ.
പച്ചക്കളവും പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ മാസമല്ലേ 3 അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ്, 3 സ്റ്റേറ്റിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് നടന്നത് കേരളത്തിൽ, രണ്ടാമത് നടന്നത് തമിഴ്നാട്ടിൽ, മൂന്നാമത് നടന്നത് പശ്ചിമ ബംഗാളിൽ. 3 സ്റ്റേറ്റിനകത്തും ഗവൺമെന്റ് മാറി വന്നു. പശ്ചിമ ബംഗാളിൽ ചാണകങ്ങൾ വന്നു, രാജ്യദ്രോഹികളിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ചാണകത്തമ്മാടികൾ വന്നു. ഇവിടെ കോൺഗ്രസ് വന്നു. തമിഴ്നാട്ടിൽ അവിടുത്തെ ദ്രാവിഡ കന്നേറ്റം മുഴുവൻ TVK അങ്ങനെ എന്തോ ഒരു പാർട്ടിയും വന്നു. നോക്കണം നിങ്ങളെ. അപ്പൊ ഈ 3 ഗവൺമെന്റുകളും, ഗവൺമെന്റ് ഫോം ചെയ്ത പാട് 3 ഗവൺമെന്റുകളും അവരുടെ നയപ്രഖ്യാപനങ്ങൾ, അവരാദ്യം നടപ്പാക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. കേരളത്തില് ആയമാർക്കും പിന്നെ അംഗൻവാടി പിന്നെ തൊഴിലാളികൾക്ക് പിന്നെ അങ്ങനെയുള്ള വിഭാഗത്തിന്, ഒരു വിഭാഗത്തിന് 3000 രൂപ വർദ്ധിപ്പിക്കുന്നു, ഒരു വിഭാഗത്തിന് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു, പിന്നെ വയോജനത്തിനുള്ള ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ജനക്ഷേമ പദ്ധതി മുന്നോട്ട് വെച്ചു ഇവിടുത്തെ കേരള ഗവൺമെന്റ്. തൊട്ടടുത്ത ഞങ്ങളെ ഇന്റർസ്റ്റേറ്റ് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് 200 യൂണിറ്റ് വൈദ്യുതി എല്ലാ വീടുകൾക്കും ഫ്രീ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നു. പിന്നെ പാവപ്പെട്ടവർക്ക് തൊഴിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ ജനക്ഷേമ പദ്ധതിയുമായി 2 ഗവൺമെന്റും മുന്നോട്ട് പോയി. ഒരു ജനാധിപത്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഗവൺമെന്റ് തീരുമാനമെടുത്തു. എന്നാൽ ചാണകങ്ങൾ വന്ന ഈ പശ്ചിമ ബംഗാളിലെടുത്ത തീരുമാനം അറിയോ നിങ്ങൾ? എന്താണെന്നറിയോ? മുസ്ലിങ്ങൾ പള്ളി മദ്രസയില് എന്താ പറയുക, ഏതോ വന്ദേ മാതരം പാടണം, പിന്നെ ഒളിയത്തിന് അറക്കുന്ന അറവ് പാടില്ല, പിന്നെ വേറെന്തേനും പറഞ്ഞത്, വേറെ റോഡിന്റെ മുകളിൽ നിസ്കരിക്കാൻ പാടില്ല. കേൾക്കണം നിങ്ങൾ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യത്തെ ഇതില് പറയുന്നതായത്, ഈ മുസ്ലിങ്ങൾ ഇപ്പോ പള്ളിയിൽ വന്ദേ മാതരം പാടിയാല് മറ്റുള്ളവന്റെ വിശപ്പടങ്ങുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ റോഡുമ്പോൾ നിസ്കരിച്ച് എന്നുള്ളതുകൊണ്ട് വിശപ്പടങ്ങുമോ മനുഷ്യന്റെ? അടങ്ങുമോ? ഇങ്ങനെയുള്ള നാണം കെട്ട ഗവൺമെന്റ്, ഈ ചാണകങ്ങൾ, ഇവരാണ് ഇവിടെ രാജ്യത്ത് അത്തരം നിലപാടുകളെ എതിർക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സമൂഹം എതിർക്കുമ്പോൾ അവരെ രാജ്യദ്രോഹികളാക്കി മാറ്റുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ സൂചിപ്പിച്ചാൽ 3 ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് 2 ഗവൺമെന്റ് ജനങ്ങൾ അടിസ്ഥാന വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഇടപെടുക, ജാതി മത വർഗമൊന്നും ഇല്ലാതെ ഒരു സ്റ്റേറ്റിന് വേണ്ട കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുക. അവിടെ എന്താ ചെയ്യുന്നത്? ബുൾഡോസർ രാജ്. ഉടൻ അവിടെ മുസ്ലിങ്ങളെ വീട് തകർക്കുക, മുസ്ലിങ്ങൾക്കെതിരെ പിന്നെ അലിഗേഷൻ ഉണ്ടാക്കുക, വർഗീയത ആളിക്കത്തിക്കുക, സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കുക, ഒരു സ്നേഹമായി ജീവിച്ച ഒരു സ്റ്റേറ്റിനകത്തെ ജനങ്ങളെ 2 തട്ടിലാക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ ഈ നാണം കെട്ട ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ. നോക്കണം നിങ്ങൾ. എന്നിട്ട് ഇവറ്റകൾ വന്നിട്ട് പറയും രാജ്യത്തിന്റെ പുരോഗമനത്തിന്, രാജ്യത്തിന്റെ വികസനത്തിന് എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ ഛർദ്ദിക്കുകയും ചെയ്യും. ഇനി ഇപ്പൊ കേരളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സാക്ഷരതയിൽ 1-ാം നമ്പർ നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞ് സ്വയം പ്രഖ്യാപിത രാജാവായിട്ടൊക്കെ ഞങ്ങൾ സ്വയം നടക്കാറുണ്ട്. അത്തരം സ്റ്റേറ്റിനകത്ത് പോലും ഈ ചാണകങ്ങൾക്ക് 15% വോട്ട് കിട്ടുന്നത് മാത്രമല്ല 3 സീറ്റിനകത്തേക്കും വിജയിച്ച് കയറിയിട്ടുണ്ട്. ഞാൻ ആ റിസൾട്ട് വന്ന ശേഷം ഒരുപാട് ആലോചിച്ച്, ഇപ്പൊ നമ്മളൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നോ വിശ്വസിക്കുന്നുണ്ടെങ്കിലോ അത് ജനങ്ങൾക്ക് ചെയ്യുന്ന നന്മകളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മറ്റ് ജനക്ഷേമ പദ്ധതി അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാടൊക്കെ ഉള്ള പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കലുണ്ട്, നമ്മൾ അതിലെത്തിച്ചേരും. പക്ഷെ ഈ ചാണകത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 15% വലിയ സാക്ഷരത 1-ാം നമ്പർ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ പോയതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ നോക്കണം, ഈ വന്നതിന് ശേഷം രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യ അറിയോ? എനിക്ക് മനസ്സിലായില്ല. ഈ വെറും ജയ് ശ്രീറാം ജയ് ശ്രീറാം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവറ്റകൾ പറയുന്നുണ്ടോ? പറയുന്നില്ല. ഈ ഹിന്ദു ക്രിസ്ത്യൻ പിന്നെ എന്താ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പട്ടിണി മാറുമോ? ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ മനുഷ്യന്റെ പട്ടിണി മാറുമോ? മാറുമോ? ഇല്ലല്ലോ.
അപ്പൊ അത് ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ നടപ്പാക്കുന്നത് അവറ്റകൾക്ക് വിവരവും ബുദ്ധിയില്ല. അതുകൊണ്ട് അങ്ങനെ അത്തരം ഒരു അജണ്ട മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവറ്റകൾ അത് വിശ്വസിച്ച് അങ്ങ് നടക്കും, അതിന്റെ കൂടെ അങ്ങ് നിൽക്കും. ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ കേരളത്തിലോ അത് കേട്ടിട്ടല്ലേ ഈ 15% കൂടെ നിൽക്കുന്നു. നിങ്ങൾ നോക്കണം, ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 12 വർഷത്തിനകത്ത് നിങ്ങൾ നോക്കണം, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഞാൻ ഇത് പറഞ്ഞ് ആവർത്തന വിരസത വരുമോന്ന് എനിക്കറിയില്ല. എല്ലാ ഘട്ടത്തിലും പറയുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം കൊണ്ട് പിടിച്ചു കുലുക്കി, എന്തിനേപ്പോൾ അമേരിക്ക പോലും തകർന്നടിഞ്ഞ ഒരു പൊസിഷൻ ഉണ്ടായിട്ടുണ്ട്. ദുബായിലൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ജനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പോലും രാജ്യത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രാജ്യത്തിന്റെ സമ്പദ്ഘടന പിടിച്ചു നിർത്തുക മാത്രവുമല്ല, അന്ന് ഗ്യാസ് സിലിണ്ടർ പോലും രാജ്യത്ത് ജനങ്ങൾക്ക് 300 രൂപക്ക് കൊടുത്ത ഒരു ഗവൺമെന്റ് അന്ന് ആ മൻമോഹൻ സിംഗിന്റെ, മനസ്സിലാക്കണം. എന്നാൽ മറിച്ച് അതിൽ നിന്നൊക്കെ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വന്ന് സാമ്പത്തികപരമായിട്ട് ഏറെ മുന്നോട്ട് എത്തി, GDP-യുടെ പിന്നെ ഉയർന്നു. ഒപ്പം തന്നെ ക്രൂഡ് ഓയിലിന്റെ വില ക്രിയാത്മകമായിട്ട് കൂപ്പുകുത്തി ഏകദേശം $70 എത്തി. അന്ന് മൻമോഹൻ സിംഗ് ഞാൻ പറഞ്ഞല്ലോ 150 ക്രൂഡ് ഓയിലിന്റെ വില. അത് രാജ്യത്തേക്ക് വാങ്ങിച്ച് വന്ന് ശുദ്ധീകരിച്ചിട്ട് രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഈ എന്ന് ഞാൻ പറയുന്നില്ല, ഈ സംഘിച്ചട്ടകൾക്കടക്കം 53 രൂപയ്ക്ക് ഇവന്റെ കണ്ണാക്കി തള്ളിക്കൊടുത്തു. ഈ അടക്കം പോയിട്ടുണ്ടാവുമല്ലോ എന്തായാലും, അന്ന് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയല്ല. അങ്ങനത്തെ ഒരു ഗവൺമെന്റിനെതിരെ പച്ചക്കളവുകളും കല്ല് വെച്ച നുണകളും നാടായ നാട് മുഴുവൻ പറഞ്ഞു നടന്നു, മനസ്സിലാക്കണം. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഈ പച്ചക്കളവ് ഈ രാജ്യത്തുള്ള ജനങ്ങൾ വിശ്വസിച്ചത് കളവ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞതെന്ന് 2G സ്പെക്ട്രം അഴിമതിയൊക്കെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ മേൽ അടിച്ചേൽപ്പിച്ച്, പിന്നെ അതുപോലെ തന്നെ അന്ന് മറ്റെന്തെങ്കിലും പച്ചക്കളവ് ഇവറ്റകൾ പറഞ്ഞു വിട്ടത്, പിന്നെ റെയിൽവേയിൽ അഴിമതി നടത്തി അന്നത്തെ റെയിൽവേ മന്ത്രി പവൻകുമാർ പെൻസാരിയ, ഞങ്ങളെ റെയിൽവേ കോൺഗ്രസിന്റെ മന്ത്രി. അന്ന് അദ്ദേഹം ആ ആരോപണം കേട്ട ഉടനെ തന്നെ അദ്ദേഹം രാജി പോലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നാടായ നാട് മുഴുവൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കളവ്, ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞു നടന്ന് ജനങ്ങളെ പറ്റിച്ചിട്ട് അധികാരത്തിലേക്ക് കയറി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ആ കളവൊക്കെ പറയുന്ന സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില 170 വിദേശ രാജ്യത്ത്. അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചിട്ട് 53 രൂപക്കാന്ന് കൊടുക്കുന്നത്. അപ്പൊ നിർഭാഗ്യവശാൽ അത് ജനങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അധികാരം താഴെ പോയി. വന്നത് പിന്നെ 56 നെഞ്ച് എന്ന അളവാ. വീതിയൊക്കെ കൂട്ടി പുള്ളിക്കാരൻ അങ്ങ് കയറി വന്ന് ഇതങ്ങ് അടിമറിക്കും, ഇന്ത്യയിൽ അങ്ങ് അടിമറിച്ചിട്ട് 50 രൂപക്ക് പെട്രോളൊക്കെ ഓരോരുത്തരുടെ അണ്ണാക്കിലേക്ക് അങ്ങ് തള്ളിത്തരും എന്നൊക്കെ പറഞ്ഞിട്ടായി നിങ്ങൾ വന്ന് ഈ പുള്ളിക്കാരൻ അധികാരത്തിൽ വന്ന സ്പോട്ടിൽ തന്നെ 2014 എങ്ങാട്ടല്ല ഈ ഗവൺമെന്റ് ഫോം ചെയ്ത BJP ചാണകങ്ങൾ ഒറ്റയടിക്ക് ക്രൂഡ് ഓയിലിന്റെ വില കൂപ്പുകുത്തി ഏകദേശം $140 എത്തി. $70 എത്തി. ഇവര് ഗവൺമെന്റ് ഫോം ചെയ്ത ഉടനെ തന്നെ 2014 കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് 150 വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് 53 രൂപക്ക് മൻമോഹൻ സിംഗ് തരുന്നുണ്ടെങ്കിൽ അതിന് നേരെ പകുതിയിലേക്ക് കൂപ്പുകുത്തിയ ആ സമയത്ത് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നാൽ ഏകദേശം 30 രൂപക്കെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാം. 30 രൂപക്ക് കൊടുക്കാം 1 ലിറ്റർ പെട്രോൾ. ആ കണ്ടീഷനിലെ ഡോളറിന്റെ ക്രൂഡ് ഓയിലിന്റെ വില. എന്നിട്ട് അത് വാങ്ങിച്ച് വന്നിട്ട് ഇവ 100 രൂപക്ക് ഈ ചാണകം ഈ രാജ്യത്ത് 100 രൂപക്ക് വില വർദ്ധിപ്പിച്ചു. 100 രൂപയാക്കി. ഒരക്ഷരം ഒരുത്തനും മിണ്ടിയില്ല. കേൾക്കണം നിങ്ങൾ, ഒരു കുട്ടി മിണ്ടിയില്ല. അപ്പൊ അങ്ങനെ രാജ്യത്ത് അതുപോലെ തന്നെ ഗ്യാസിന്റെ മൊത്തത്തിൽ വില വർദ്ധിപ്പിച്ചു. 300 രൂപ കൊടുത്ത ഗ്യാസിന് 500 ആക്കി, പിന്നെ അത് 1000, 900 ആക്കി, 700 ആക്കി, 900 ആക്കി, 1000 ആക്കി, 1200 എത്തിച്ചാണ് വെക്കുക. മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി സ്വയം പ്രഖ്യാപിത രാജാവായി നടക്കുന്ന ഈ കേരളത്തിലെ 15% വിഡ്ഢി കൂശ്മാന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഇവരെയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘപരിവാറിന്റെ കൂടെ നിൽക്കുന്നുള്ള കാര്യം. അതിന്റെ ഒറ്റ ലക്ഷ്യം ഞാൻ കാണുന്നു അന്യമത വിദ്വേഷം. അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ
ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിലും ഈ ചാണകങ്ങളുടെ അടുത്തേക്ക് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഒന്ന് ബലവർദ്ധനവ് അങ്ങനെയുണ്ട്. പിന്നെ രാജ്യത്ത് മതസൗഹാർദ്ദമായി ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് ഈ 2014 വരെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. അത് ചിന്തിക്കാൻ മനുഷ്യർക്ക് സമയം കിട്ടിയിട്ടില്ല. ആ 2014 ശേഷം ഇങ്ങോട്ടാണല്ലോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ജൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ പറയൽ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ സുന്ദരമായി ജീവിച്ച ഒരു ഇന്ത്യ രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാൻ വേണ്ടി വന്നൊരു നാണം കെട്ട ഗവൺമെന്റിന്റെ ആൾക്കാർ അത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ വളർന്നു വരുന്ന യുവാക്കൾ, അവർക്ക് മതവും ചിന്തിക്കാൻ സമയമില്ല. അവർക്ക് ഈ ജാതിയും മതവും ഒന്നുമല്ലല്ലോ പ്രശ്നം. അവർക്ക് എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. അവർക്ക് തൊഴിലാ പ്രശ്നം. മനസ്സിലായ? അപ്പൊ അങ്ങനെ തൊഴില് പോലും നിഷേധിക്കപ്പെട്ട്, അതായത് ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന പൊതുമേഖല സ്ഥാപനങ്ങൾ മുഴുവൻ ഈ നാണം കെട്ട ഈ ചാണകത്തെമ്മാടികൾ കയറിയിട്ട് പോലും മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തൊഴില് നഷ്ടപ്പെടുത്തി. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവർക്ക് തൊഴിലിന് വേണ്ടിയിട്ട് കിട്ടാതപ്പോ സ്വാഭാവികമായിട്ട് അവരുടെ പ്രതിഷേധം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ഭീകരവാദി, രാജ്യസുരക്ഷക്കെതിരെ എന്ന് ഉളുപ്പില്ലാതെ വന്ന് പറയുമ്പോ ഇതിനെയൊക്കെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ഓളികളും, കുറെ യൂട്യൂബ് ഓളികൾ, കുറെ കമന്റ് ഓളികൾ. മനസ്സിലാക്കണം. പിന്നെ ഇവര് ഹിന്ദുക്കളെ ഉണർത്താനും ഹിന്ദുക്കളെ സംരക്ഷിക്കാനും വന്ന പാർട്ടിയല്ലേ TJP. എന്നാൽ TJP ഈ രാജ്യത്തെ ഹൈന്ദവർഗങ്ങൾക്ക് വല്ല ഉപകാരമുണ്ടോ ഈ പാർട്ടിനെ കൊണ്ട്? എന്നാൽ അവർക്ക് കൊടുക്ക 80% വരുന്ന ഹിന്ദുക്കളല്ലേ രാജ്യത്തുള്ളത് അല്ലേ? മുസ്ലിങ്ങളെ വീട്, ക്രിസ്ത്യാനികളെ വീട്, നമുക്കൊന്നും തരണ്ട, അവർക്കെങ്കും കൊടുക്കാറ. ഉണർത്താൻ വന്നിയല്ലേ? അപ്പൊ അതുപോലും ചെയ്യാതെ, അതിന് മാത്രം അപ്പുറമല്ല ഇതേ വർഗങ്ങൾ തന്നെ വന്നിട്ട് അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 2-3 ക്ലിപ്പിനകത്ത് പറഞ്ഞു ഈ ജാതിയും ഉപജാതിയും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ രാജ്യത്തുള്ള ഹിന്ദുക്കളായ ദളിതന്മാർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയ നാണം കെട്ട ചെറ്റ ഗവൺമെന്റ് അല്ലേ സെൻട്രൽ ഭരിക്കുന്നു അല്ലേ? നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇവരാണോ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വന്നത്? ഇവരാണോ ഹിന്ദുക്കളെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്? അതെയോ? നാണം കെട്ടവർ. എന്നിട്ട് സർക്കാരിനൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഉടൻ അങ്ങ് ഭീകരവാദികൾ, വർഗീയവാദികൾ അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് വന്ന്, ഇങ്ങ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് അറിയണം. എക്കാലവും ഈ തെമ്മാടിത്തരവും പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. മനസ്സിലാവും. ഒരു ഏകാധിപത്യക്കും ഒരു കാലത്തും എന്താ പറയേണ്ടത്, ഒരു രാജ്യത്ത് ഇങ്ങനെ എന്താ പറയാ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി മുന്നോട്ട് പോകാനൊന്നും കഴിയത്തൊന്നുമില്ല. അതിന്റെ ചരിത്രവും ഹിസ്റ്ററികളൊക്കെ അങ്ങനെ. പക്ഷെ ചാണകങ്ങൾക്ക് അറിയില്ലല്ലോ. സ്കൂളിൽ പോകണ്ടേ? ഈ വണ്ടി മുക്കാമുറിയും ടൗസർ ഇട്ടിട്ട് മനുഷ്യരെ തമ്മിൽ ധരിപ്പിക്കാനും പിന്നെ വിഷങ്ങൾ കുത്തിയിറക്കാനും ഈ ഈറ്റകളെ സാഗയിലേക്ക് കൊണ്ടുപോയി വിടൂ. ലോകത്തെപ്പറ്റി വല്ല വിവരവും വേണ്ടേ? വല്ല കാഴ്ചപ്പാടും വേണ്ടേ? ഈ മതം ജാതി എടാ ഞാൻ ചോദിക്കുന്നത്, ഈ മതം എന്താണോ നിന്റെയൊക്കെ അണ്ണാക്കിക്കൊണ്ടേ തള്ളി തരുവോ? ഇത് നമ്മൾ അധ്വാനിച്ചാലും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഈ 4-5 കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഒരു ഇന്ത്യ രാജ്യത്ത് അങ്ങനെ തന്നെ പണയപ്പെട്ടവരെ കാൽക്കീഴിലേക്ക് അടിയറ വെക്കുമ്പോൾ ഈ വലിയ രാജ്യസ്നേഹികളില്ലേ, രാജ്യസ്നേഹികൾ എന്തേ അതിനൊരു അക്ഷരം മിണ്ടാത്തത്? ഈ അദാനിയും പിന്നെ അംബാനിയും ഒക്കെയല്ലേ ഈ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോ അല്ലെ? അവറ്റകൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് മുഴുവൻ. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയും ഇവിടെ ഒരു ഭരണകർത്താവുണ്ട്, ഇവിടെ ഇപ്പം ജിയാ ഭരിക്കുന്നത്. ജീപ്പല്ല മൂക്കിലങ്ങ് ഭരിക്കുമല്ലോ എല്ലാരെയും. ഒന്ന് പോടെ എഴുന്നേറ്റിട്ട് ഉളുപ്പില്ലാതെ വന്ന് ഛർദിക്കും. എടാ ഈ രാജ്യം ഉണ്ടാക്കിയ പാർട്ടിയാ കോൺഗ്രസ്. മനസ്സിലായ? ഈ ഗാന്ധി കുടുംബത്തെയൊന്നും നിങ്ങൾ ആക്ഷേപിക്കാൻ നിങ്ങൾ 7 അപ്പൂപ്പന്മാർ ജന്മമെടുത്താലും ആവത്തില്ല. മനസ്സിലായ? ഒരു രാജ്യം മുച്ചൂടും മൂടും നശിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കണം കിടന്ന് പരിശ്രമിച്ചവരാ ഈ നാണം കെട്ട വർഗങ്ങൾ. എന്നിട്ട് ആ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച അധികാര സിംഹാസനത്തിൽ കള്ളത്തരത്തിലെ കൂടി വന്ന് ജനാധിപത്യത്തെ വ്യഭിചരിച്ച് വന്ന് അവിടെ കയറി ഞെളിഞ്ഞങ്ങി ഇരിക്കുക. എന്നിട്ട് ക്ലാവിറ്റിന്റെ പ്രധാനമന്ത്രി 56 ഇഞ്ച് മറ്റേ സാമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കുക.
ഞാൻ ചോദിക്കുക, അന്ന് കോൺഗ്രസ്സുകാർ ഈ ബ്രിട്ടീഷുകാരോട് ഈ പടപൊരുതി സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, അന്ന് കോൺഗ്രസ്സുകാരും ഇവറ്റകളെ കൊണ്ട് പറഞ്ഞ ഷൂ നക്കിയിട്ടാണ് എങ്കിൽ അവിടെയൊക്കെ 86 ജീവന്ന് എന്ന് പറയാൻ പറ്റുമോ? നെഞ്ചളവുള്ള പറ്റുള്ളൂ നിങ്ങൾക്ക്? ഉളുപ്പ് വേണം, ലേശം നാണം വേണം. അല്ലെങ്കിൽ അതില്ലെങ്കിൽ അത് ഉള്ളവൻ കുളിച്ച കുളത്തിരം കൊന്ന് പോയിട്ട് മുങ്ങ്, അപ്പം മനസ്സിലാവും. മനസ്സിലായ? അതുകൊണ്ട് രാജ്യത്തുള്ള യുവാക്കളെ നിങ്ങൾ അങ്ങ് ആക്ഷേപിച്ച് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവരടങ്ങുന്നൊന്നും ചിന്തിക്കേണ്ട. അവര് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ അവർ തുറന്ന് കാണിക്കുന്നു. മനസ്സിലായ? പിന്നെ രാജ്യത്ത് വേണ്ട പുരോഗമന ചിന്താഗതി അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അതിനാത്തരത്തിക്കാൻ ആത്തരത്തിന് മറുപടി പറയാം. അല്ല, എല്ലാറ്റിനും കയറിയിട്ട് വർഗീയവാദികൾ, ഭീകരവാദികൾ. നിങ്ങളിപ്പോ നല്ലവരല്ലേ അല്ലേ? സ്വന്തം രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊണ്ട നാണം കെട്ട വർഗങ്ങൾ നിങ്ങൾ വലിയ അങ്ങ് ഉണ്ടാക്കി രാജ്യത്തിന് അല്ലേ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അത് വഴിയിലെ കൂടി നടന്നുപോയ ബന്ധം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? എന്നിട്ട് രാജ്യസുരക്ഷ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. കുറെ മുക്കാമുറിയും ടൗസർ ഊഷിട്ട് വരൂ ഒരു മന്ന ബുദ്ധികളത്. ഞാൻ വിചാരിച്ചു ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്താണ് വന്നത്. ഇവിടെ നോക്കണ കേരളത്തിലെ 3 സീറ്റ് അവറ്റകൾക്ക് കിട്ടിയത് എന്തിന്? ഭിന്നിപ്പുണ്ടാക്കാനാ? ഒരു മതസൗഹാർദ്ദമായി സ്നേഹത്തോടു കൂടി കൊടുക്കല് വാങ്ങല് എന്തിനാ? ഇപ്പൊ നമ്മളെ ഓർമ്മ വെച്ച കാലം ഭക്ഷണം ഉണ്ടാവുമല്ലോ അടുത്ത വീട്ടിലുണ്ടാക്കി, അത് മതം നോക്കിയിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളും വിട്ട് വരുമ്പോ ചില സമയം ഊണിനൊക്കെ കറിയില്ലെങ്കിൽ നമ്മളെ ഉമ്മയെല്ലാം അടുത്ത വീട്ടിലേക്ക്, ഞാനിപ്പോ പേര് പറയുന്നത് അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരു കോപ്പയോ ഒരു പ്ലേറ്റോ തന്നിട്ട് അവിടെ പോയിട്ട് എടുത്തിട്ട് കുറച്ച് കറിയുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ അവിടെ പോയി കറിയും വാങ്ങിച്ചു വന്ന് ചോറുന്ന കാലഘട്ടത്തിൽ ഉണ്ടേനു. നിങ്ങൾ മനസ്സിലാക്കണം, അത്ര സ്നേഹമായിട്ട് ജീവിച്ച ഒരു സ്റ്റേറ്റാണ് നമ്മളൊക്കെ കേരളം അല്ലേ? അങ്ങനെയൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഓരോ അടുത്ത് പരിശോധിച്ച് നോക്കിയോ. അവിടെ പോലും ഈ നാറികൾ വന്നതിന് ശേഷം വർഗീയത പറഞ്ഞ് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ഭിന്നിപ്പിട. എന്നിട്ട് അവറ്റകളെ കൂടെ പോയിട്ട് എന്തോ പുരോഗമനം ഉണ്ടാക്കിയോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും കേരളത്തിനകത്ത് ഈ പറയുന്ന 15% സംഖ്യക്ക് വോട്ട് ചെയ്ത് മുഴുവൻ വർഗീയവാദികളാണ്. വേറൊരു പ്രശ്നവും ഇല്ല. അല്ല, വേറൊരു ഒരു തർക്കവും എനിക്കില്ല. മറ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പം കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. മരണം വരെ കോൺഗ്രസ്സുകാരൻ. എന്തുകൊണ്ടാണെന്നറിയോ? കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവനകളുണ്ട്. അത് മാത്രമല്ല, 1000 ഇലക്ഷനിൽ ആ പാർട്ടി പരാജയപ്പെട്ടാലും വർഗീയത എന്ന് പറയുന്ന ആ 3 അക്ഷരം അവരെ ഞങ്ങളുടെ നിഘണ്ടുവിൽ ഉണ്ടാവത്തില്ല. എപ്പോഴും ഹിന്ദു മുസ്ലിം മറ്റോന് അത് പറയത്തില്ല. മനുഷ്യനായി കാണുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ അവരെ ഭരണത്തിൽ ചെറിയ കളവും അഴിമതി അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ ചെയ്തോട്ടെ, അതിനിപ്പം നമുക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ. അതൊക്കെ അവർക്കങ്ങ് നടക്കട്ടെ. പക്ഷെ ഇവിടെ എന്താ? ഭക്ഷണം കഴിച്ചാൽ മനുഷ്യന്മാരെ തല്ലിക്കൊല്ലുക, എന്ത് ഡ്രസ്സെന്ന് അവിടെ തീരുമാനിക്കുക, എന്നിട്ട് റോഡും മല കൂടി കുറെ മറ്റേ ഈ കോണകവും വെലിഞ്ഞ് കെട്ടി കുളിക്കത്തൂല നനക്കത്തൂല്ല. ആ ഉത്തരേന്ത്യ സ്റ്റേറ്റിലേക്കാണല്ലോ വലിയ ബഡിയോ എടുത്തിട്ട് ജയ് ശ്രീറാം എന്ത് ജയ് ശ്രീറാം? എന്താ എനിക്ക് മനസ്സിലാവുന്ന ലോജിക്ക് എന്താന്നുള്ള കാര്യം? ഏതെങ്കിലും ദൈവങ്ങളും ഏതെങ്കിലും മതങ്ങളും അന്യമത വിദ്വേഷം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവങ്ങൾ മനുഷ്യന്മാരെ പരസ്പരം കൊമ്പോർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ദൈവത്തിലും ഒരു പുരാണത്തിലും അങ്ങനെ ഒന്നും പറയാം. എല്ലാവരും മതം പഠിപ്പിക്കുന്നത് സ്നേഹ സൗഹാർദ്ദ. മനസ്സിലായ? അത് കുറെ കഞ്ചാവോളികളും ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങളെ മനസ്സാക്ഷിക്ക് ഞാൻ വിട്ടുതരിക. ഈ 3 സ്റ്റേറ്റിനകത്ത് ഇപ്പൊ നടന്ന ഈ 1.5 മാസത്തിനുള്ളിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞത്. 3 ഗവൺമെന്റ് ഫോം ചെയ്തു. 2 ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടും ആ പറയുന്ന ചാണകങ്ങൾ കിട്ടിയ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അങ്ങനെ അതിനുവേണ്ടി ചാണകങ്ങൾ കേരളത്തിൽ അങ്ങ് ഭരിക്കുമ്പോൾ എന്തിനി ചാണകം ഇങ്ങോട്ട് അവിടെ ഇപ്പൊ 3 സീറ്റ് കിട്ടിപ്പോയത് എന്താ പറയാ, ചില വീഴ്ചകളും ചില ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ട് അങ്ങ് കിട്ടിപ്പോയത്, ലോട്ടറി അടിച്ചതുപോലെ. അത് പോകട്ടെ, അത് പൂട്ടിക്കാനും കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തപ്പിടിക്കുന്ന ജനങ്ങൾക്കറിയാം. മനസ്സിലായ? ഉളിപ്പില്ലാതെ പറയാം, അങ്ങ് വികസിപ്പിച്ച് പോലും ഇന്ത്യ രാജ്യം. എടാ, ഈ ചാണക ഗവൺമെന്റ് വന്നതിന് ശേഷം
വിദേശ രാജ്യത്ത് പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഗോ ബാക്ക് വിളിച്ചതൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഈ വർഗീയതക്കെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് മനസ്സിലാക്കണം, അതിനകത്ത് അവിടെയുള്ള ഒരു MP സംസാരിക്കേണ്ട ഒരു ഗതികേട് വന്നത് ഈ നാണംകെട്ട ഈ ചാണകങ്ങൾ വന്നതിന് ശേഷം. മനസ്സിലാക്കണം, ഞങ്ങൾ ലോക രാജ്യത്ത് തലയൊരുപ്പോടുകൂടി ഒരു ഇന്ത്യക്കാരൻ എന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ, അല്ലേ? ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഇന്ത്യ എന്ന് പറയുമ്പം മറ്റു രാജ്യക്കാർക്കും ഏറെ ബഹുമാനവും സ്നേഹവും, അവർ പറയും വിദ്യാഭ്യാസപരമായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം. എന്താ അങ്ങനെ? കാരണം ഓരോരു വലിയ വിദേശ രാജ്യത്ത് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോവാനുള്ള എല്ലാ കണക്കുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലുള്ള വലിയ സാമ്പത്തിക വിദഗ്ധരാണ്. അവരോടൊക്കെ ഉപദേശം വിദേശ രാജ്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ തേടിയിട്ടുണ്ടായിരുന്നത്. മനസ്സിലാക്കണം, അങ്ങനെ ഒരു പവർഫുള്ള് ഉള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് ഇന്ത്യയുടെ പേര് കേൾക്കുമ്പോൾ ഈ ചാണകങ്ങൾ എന്ത് അധികാരത്തിൽ വന്നു, അതിനുശേഷം ഇന്ത്യ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പോലും ഇപ്പം ജനങ്ങൾ ഇവിടെയുള്ള വിദേശ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ തല താഴത്തിടുക. കാരണം അമ്മാതിരി വീഡിയോ ആണല്ലോ പുറത്തോട്ട് വരുന്നത്. ചാണകത്തിൽ കുളിക്കുക, ഗോമൂത്രം ഇങ്ങനെ ഭക്ഷിക്കുന്നത്, ഗോമൂത്രം കുടിക്കുന്നത്. അന്നും അത് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാർലമെന്റ് സമ്മേളിക്കുമ്പോഴൊക്കെ വിദേശ രാജ്യത്തുള്ള ആൾക്കാർ ഇങ്ങനെ കാണും. അതിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനകത്ത് പറയുന്നത് സാമ്പത്തികപരമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് ഇംഗ്ലീഷിലൊക്കെ ആണല്ലോ സ്പീക്കിംഗ് ചെയ്യുക. അപ്പൊ അതൊക്കെ കാണും ഓരോരോ രാജ്യത്തിന്റെ അതിന്റെ സാമ്പത്തിക വിദഗ്ധന്മാരും ആ രാജ്യത്തുള്ള വിദ്യാസമ്പന്നരൊക്കെ അത് കാണുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അങ്ങോട്ട് നോക്കിയാൽ എന്താ കാണുകയെന്നറിയാം? കുറെ കുളിക്കാതെ, കുറെ എന്തൊക്കെയോ പോച്ച് മുടിയും വെട്ടത്തില്ല, തലയും വെട്ടത്തില്ല, ഒരു വൃത്തിയും മെനയില്ലാതെ കുറെ അവിടെ തടഞ്ഞിരുന്നിട്ട് അതിനകത്തുനിന്ന് ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ഗോമാത. ഇതാ ചർച്ച. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പറ്റിയല്ല, ഒരു രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ പറ്റിയല്ല, ഇവിടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത വിഷയത്തിനെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത്. അവിടെ പശു അമ്മയാണോ, കാള അച്ഛനാണോ, ഗോമൂത്രത്തിൽ എന്തുണ്ടാക്കാം, ചാണകത്തിൽ നിന്ന് എത്ര പ്രോട്ടോണിയം ഉണ്ടാക്കാം, ഇവിടെ ഏതെങ്കിലും മുസ്ലിം പള്ളിന്റെ അടിയിൽ ആരെങ്കിലും ലിംഗം ഉണ്ടോ, അവിടെ മുന്നേ ഒരു പള്ളിയുടെ അവിടെ മുന്നേ അമ്പലമായിരുന്നു. ഇതാ ചർച്ച ചെയ്യുന്നത് അവിടെ. അതും എങ്ങനെ? ഇംഗ്ലീഷിലൊന്നുമല്ല, അത് അറിയത്തില്ലല്ലോ ഇവറ്റകൾക്ക്. അപ്പൊ അത്ര മാത്രം താഴോട്ട് കൊണ്ടുപോയി ഇവറ്റകൾ ഇന്നത്തെ ജൻസിയെ നോക്കിയിട്ട്, ഒരു പ്രക്ഷോഭം നോക്കിയിട്ട് പറയാ പക്കിയവാദികള. ഇവറ്റകൾക്ക് ഇത് മാത്രമേ, ഇവറ്റകൾക്ക് ഇത് ആരനുവദിച്ചു കൊടുക്കുന്നില്ലെന്ന്. ഒരു രാജ്യത്തിന്റെ പൗരന് അവൻ നികുതിപ്പണവും അവൻ ടാക്സ് അടച്ചിട്ടും അവൻ രാജ്യത്തിന്റെ നിയമങ്ങൾ മുഴുവൻ പാലിച്ചിട്ട് ജീവിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ പക്കിയവാദികൾ, രാജ്യദ്രോഹി. എടാ, ഈ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചാണകങ്ങൾ എന്തൊക്കെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അന്ന് ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭരണകർത്താക്കന്മാരോ ഇവറ്റകൾ വർഗീയവാദികളെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ പറയത്തില്ല. മനസ്സിലാക്കിക്കോ. പറഞ്ഞോ ഞങ്ങള് എന്തൊക്കെ സമരങ്ങൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞ ഓവറായിപ്പോ. മനസ്സിലായ? നിങ്ങൾ ചിന്തിക്കണം. ഗുജറാത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയിട്ട് പറയാ, അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നയാള് മുഖ്യമന്ത്രിയാകും, ഇന്ന രാജ്യക്കാരനാണ് എന്ന് ഉളുപ്പില്ലാതെ സ്വന്തം രാജ്യത്ത് നിന്നിട്ടാണ് ഇവരൊക്കെ വിളിച്ച് കൂവുന്നത്. ഇവ മറ്റുള്ളവർക്ക് ഇവർ ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക. ചാണകങ്ങൾ. ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിന്റെ മെറിറ്റ് മനസ്സിലാക്കുക, അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക. ഇതെന്തിനാണ് ഇവര് അവരെ വിളിക്കുക, അല്ലെങ്കിൽ അവരോട് പറയുക കാര്യങ്ങൾ. അതല്ല ഊട്ടന്നെ ചാടി കയറി വന്നിട്ട് അത് രാജ്യത്തിനെതിരെ, അത് ദേശദ്രോഹികൾ. ഈ മുക്കാമുറിയും ടൗസറൂട്ട് കുറുവടിയും നിൽക്കുന്ന നിങ്ങൾ വലിയ രാജ്യസ്നേഹികൾ അല്ലേ?
രാജ്യത്തെ ബാധിച്ച ക്യാൻസറാ ഇവറ്റകൾ, രാജ്യത്തെ ബാധിച്ച ക്യാൻസറാ. ഇനി ഇതിനെ കരിച്ച് കളയണം ഈ ക്യാൻസറിന്. അതേ ട്രീറ്റ്മെന്റ് ഉള്ളൂ. അവസാന ഫോർത്ത് സ്റ്റേജിലായിട്ടുള്ള ഇത് ആ സാധനം. മനസ്സിലായ? ഏതായാലും ഞാനങ്ങ് അവസാനിപ്പിക്കാം. ഞാനത് കണ്ടപ്പോഴും പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ അതിനെ വിമർശിക്കാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ രാജ്യത്തുണ്ട്. അത് ആ തരത്തിൽ പറയാ എന്നല്ലാതെ ആ സർക്കാരിന് ഗവൺമെന്റിനെതിരെ വിമർശിക്കുമ്പോൾ അത് ഉടനെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തി ചാപ്പ കൊത്തുന്ന ആ ചാണക ബുദ്ധിയുണ്ടല്ലോ, അതൊന്നും ഇനി അധികകാലം വിലപ്പോകത്തൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. പിന്നെ നിങ്ങൾക്ക് മുസ്ലിം വിരോധം തലക്ക് പിടിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിക്കോ. ഞാനും ന്യൂനപക്ഷക്കാരനാ. ഇതാ ഈ പൂടന്റെ വില ഞങ്ങൾ ആരും കൊടുക്കത്തുമില്ല. മനസ്സിലായ? ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അല്ലെങ്കിൽ ഉമ്മ വള്ളയെ കിടന്നുകഴിഞ്ഞാൽ ഭൂമി കൊള്ളേ പോകണം എന്ന ഉറച്ച വിശ്വാസത്തിലും ബോധ്യത്തിലും ജീവിക്കുന്നവരവിടുത്തെ ന്യൂനപക്ഷങ്ങളും മുസ്ലിം. അത് ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്. മനസ്സിലായ? അതൊരു പക്ഷെ ഒരു ദിവസം മുമ്പേ പോകേണ്ടി വരും. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞങ്ങളെക്കാലവും ഇവിടെ എന്താ പറയണ്ടേ, ഇരുമ്പ് പോലെ ഇവിടെ നിൽക്കത്തൊന്നുമില്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വെളുത്തിയിട്ട് ഇങ്ങോട്ട് പേടിപ്പിച്ചിട്ട് ഇവരെ ജീവന് ഭയമുള്ളവരാണെന്നൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. ഞങ്ങളോട് വിരോധമുണ്ടെങ്കിൽ ആ വിരോധം പറഞ്ഞ് നിങ്ങൾ നടന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ രാജ്യത്ത് ജീവിക്കുന്ന നല്ലവരായ ഈ പറയുന്ന ഇപ്പൊ ഏകദേശം 30% ഈ വെറ്റകൾക്ക് വോട്ടുള്ളത്. അപ്പൊ 30% ഈ ചാണകങ്ങളെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ കഴിച്ച് 50% വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അവരെയെങ്കിലും സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഒന്ന് മുന്നോട്ട് വാ. ഞങ്ങൾക്ക് വേണ്ട, ക്രിസ്ത്യൻസിനും വേണ്ട. മനസ്സിലായ? ഞങ്ങളിങ്ങനെ സർക്കാരിന്റെ ഔദാര്യം കൊണ്ടോ നിങ്ങൾ ഈ തരുന്ന ഇതുകൊണ്ടൊന്നും ജീവിക്കുന്നവരുമല്ല. മനസ്സിലായ? ഞങ്ങൾ ഉടയ തമ്പുരാനിൽ വിശ്വാസം അർപ്പിച്ച് എന്താ പറയാ, ഒരു പക്ഷി രാവിലെ കൂട്ടിൽ ഇറങ്ങുമ്പോൾ ആ പക്ഷിക്കൊരു ധാരണയൊന്നും ഉണ്ടാകും. എനിക്ക് എന്റെ ഫുഡ് എവിടെയാണ്, എന്റെ ഭക്ഷണം എവിടെയാണെന്ന് ആ പക്ഷിക്കൊരു ധാരണയുണ്ടാകത്തില്ല പക്ഷിക്ക്. അത് പോകും. പക്ഷെ അതിന്റെ കൂടലും അതും നിറയ്ക്കുന്നുണ്ട്. എന്നതുപോലെ ദൈവം ഞങ്ങളെ പടച്ച ഭൂമിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് ഞങ്ങൾക്ക് ഭക്ഷണം തരാനും ദൈവത്തിന് അറിയാം. അങ്ങനെ വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. മനസ്സിലായ? അതുകൊണ്ട് ആ വിരട്ടലും വിലവേശലും ആ ഉണ്ടാക്കിക്കളയും എന്നുള്ള ഇതൊന്നും ഇങ്ങോട്ടെടുക്കണ്ട. മനസ്സിലായ? പിന്നെ 10-20 വർഷക്കാലം ഒരു മനുഷ്യന്റെ ആയുസ് ഉണ്ടാകുക, അതിന് ആധാർ ഉണ്ടാക്ക്, കുറച്ചക്കര ഉണ്ടാക്ക്, ഇതൊക്കെ പറഞ്ഞിട്ട് പേടിക്കുന്നവർ വേറെ ഉണ്ടാവും. മനസ്സിലായ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഫോം ചെയ്താൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. എല്ലാവർക്കും തുല്യനീതി കൊടുക്കുക, അവകാശപ്പെട്ടവർ അവർക്ക് കൊടുക്കുക. ഇനി അതും കൊടുത്തില്ലേ വേണ്ട, സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. ഇത് അതെല്ലാം ചെയ്യുന്നത്. ഇത് മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു ക്രൈമിന് അകപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഉടനെ പോയി അവിടെ പുൾട്ടൗസർ വെക്കുക. അധികാരം ഉള്ളത് കൊണ്ട് അവർ പോലീസും പട്ടാളം ഉള്ളത് കൊണ്ടാ. അതില്ലാണ്ടൊന്ന് പോയോക്കിയ അധികാരത്തിലില്ലാതെ നിങ്ങളൊന്ന് കളിച്ചു നോക്കണം. അപ്പൊ അറിയാലോ, ഈ കുറെ ചാണകങ്ങൾ ഈ മുക്കാമുറിയൻ ടൗസർ വിട്ടിട്ട് ഈ വടിയും പിടിച്ചിട്ട് ആ തല്ലിക്കൊല്ലാനൊക്കെ പോകുന്നില്ലേ, അതവർ ഈ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാ. ഇനി അതെല്ലാം മറിച്ച് ഗവൺമെന്റ് നീതിപൂർവമായ ഒരു ആക്ഷനാണ് എടുക്കുന്നതെങ്കിൽ ഈ പോയ ചാണകങ്ങൾക്ക് ആ പോകുന്നതേ ഓർമ്മയുണ്ടാവും. മനസ്സിലായ? മറ്റൊരുത്തിന്റെ അടുക്കളയിൽ കയറി ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം പരിശോധിക്കുക, മാംസങ്ങൾ പരിശോധിക്കുക, ആരിവർ ഈ ചാണകങ്ങൾ. വഴിയിലെ കൂടി നടന്നു പോകുന്നതിന് ജയ്സാം വിളിപ്പിക്കുക. എന്നാ വിളിപ്പിച്ചൊരു കാര്യം എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഏതൊരു ഒരു മനുഷ്യന്റെ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ അവന്റെ മനസ്സിനകത്തുക. ഇപ്പൊ ഞാനൊരു മുസ്ലിമാ, ഞാൻ ഏതെങ്കിലും മറ്റോ അന്യമതക്കാർ പോകുമ്പോൾ ഇങ്ങ് പാടാതെ വിളിച്ച് ഞാൻ 2-3 ആളൊക്കെ കൂട്ടിയിട്ട് ഒരൊറ്റ നിരായുധായി നിൽക്കുമ്പോൾ വിളിയേട്ടാ അല്ലാഹു അക്ബർ എന്ന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കേട്ടാ അതിനെ കൊണ്ടുള്ളത്? എന്ത് കേട്ടാണോ ഉള്ളത് അതിനെ കൊണ്ട്? ചിന്തിക്കണ്ടേ? ഏത് മതമായിക്കോട്ടെ അതൊക്കെ അവനവന്റെ വിശ്വാസം, അവനവന്റെ ഹൃദയത്തിനകത്ത് അവനവൻ വിശ്വസിക്കുന്ന മതത്തെ അവർ മുന്നോട്ട് പോവട്ടെ. ആരും നിന്ദിക്കുകയും വേണ്ട, വന്ദിക്കുകയും വേണ്ട. അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? പിന്നെ കുറെ കിണ്ട് രാജ്യാക്കണം. കിണ്ട് ഏത് രാജ്യാക്കിയാലും ഇവിടെ ആർക്കും സ്ഥിരതയൊന്നുമില്ല. ഇനി കിണ്ട് രാജാക്കിയ ഈടെന്താ നീളാൽ അങ്ങ് വാഴാൻ വേണ്ടിയാ?
എടേ കിണ്ടുരാജ്യാക്കണം എന്ന് പറഞ്ഞാല് ആ പറഞ്ഞ അപ്പുറത്തേക്ക് ഒരു അടി വെക്കുമ്പോ ഈ ശ്വാസാങ് നിലത്തെ കഴിഞ്ഞ പരിപാടി മനസ്സിലായ. പിന്നെ ഇതിന്റെ കിണ്ടും കുണ്ടും ഒക്കെ അങ്ങ് കുഴിയില ഉണ്ടാക്കേണ്ടി വരും. ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി വേണ്ട. ഒരു 10-75 വയസ്സൊക്കെ ഇവനൊക്കെ. എന്നാൽ എന്തിന് എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യാനി, രാജ്യത്തെ ജനങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരെയും സ്നേഹിച്ച് ഒരു മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കൊക്കെ എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? ആര് ക്രൈം ചെയ്താലും മുഖം നോക്കാതെ നടപടി. അത് മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും നടപടിയായിരിക്കണം. ഇത് ഹിന്ദു പാകിസ്ഥാനല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒറ്റ കൊടുത്തു കഴിഞ്ഞാലും ഒരു ചെറിയ പേജില് പിടിച്ചറസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ അവരുണ്ട് അങ്ങ് വെളിയിൽ. നേരെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ട, ഒരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് ഒരു മമ്മദിന്റെ പേരിലാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഞാൻ പറയുന്നില്ല നിരയായിട്ട് അവന്റെ അവിടെ അന്വേഷിക്കണം, ഇവിടെ അന്വേഷിക്കണം. അവന്റെ കുടുംബത്തിക്കാരി അത് ബുൾഡോസർ വെച്ച് മാധ്യമങ്ങൾ അങ്ങ് ചൊറഞ്ഞിട്ട് ഇതാ പാകിസ്ഥാനിലെ കൂടി, അഫ്ഗാനിസ്ഥാനിലെ കൂടി, ബംഗ്ലാദേശിലെ കൂടി ഇങ്ങ് വന്ന് എന്ന് പറഞ്ഞാൽ അങ്ങ് പൊലിഞ്ഞ ചർച്ചയാണ്. എന്നാൽ രാജ്യത്തിന്റെ പരമ സുരക്ഷാ മേഖലയെ പറ്റിയും രാജ്യത്തിന്റെ മിലിറ്ററി ഫോഴ്സിന്റെ രഹസ്യങ്ങൾ അടക്കം ചോർത്തിക്കൊടുത്ത നാറികളെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഈ കഴിഞ്ഞ 2 മാസം മുമ്പേ അറിഞ്ഞോ? ചർച്ചയില്ല, കാര്യങ്ങളില്ല. എന്നിട്ട് വേഗങ്ങ് വരും മുസ്ലിം എന്നാക്കിയിട്ട്. ദൈവത്തിന്റെ ഭൂമിയിൽ ആരെ പേടിക്കാനാണോ ഇവിടെ? അങ്ങനെ ഒരു ഭയപ്പാടും ഇല്ല. അത് മനസ്സിലാക്കിക്കോട്ടെ. ആധാർ കാർഡിനോ കോലക്കാരനോ എന്നോട് പറയും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് പൗരത്വം വരും. ഞാൻ പൗരത്വം ഉണ്ടായിട്ടൊന്നും ഇപ്പോൾ വലിയ കാര്യമുണ്ടാ. ഞങ്ങളെടിയുള്ള വിദേശത്തായിട്ടുള്ളത് വല്ലപ്പോഴും ഒരു വെക്കേഷനിൽ പോകും 2-3 ദിവസം ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരും. കാരണം അവിടെ ജോലിയില്ല. ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വിദേശത്ത് തന്നെ വരണം അല്ലേ? പിന്നെ ദൈവത്തിന്റെ ലോകത്ത് എന്ത് ആധാർ കാർഡ്? വോട്ട് ചെയ്യും കേട്ടായിരിക്കും ഇവന്റെ ഒക്കെ ചെലവും എടുത്ത മാലോകര കഴിഞ്ഞ് അവനവൻ അധ്വാനിച്ചാൽ അവനവനിക്ക് വേതനം കിട്ടും. അവനവന് ആ വേതനത്തിനകത്തുനിന്നും പിടിച്ചു വാങ്ങും ഇവിടുത്തെ ഗവൺമെന്റുകൾ. നികുതി, ഒലക്ക, തേങ്ങപ്പണ്ണാരെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇവൻ ആ കാശും കൊണ്ട് ഇവനിക്ക് സെക്യൂരിറ്റിയും വെച്ച് പിന്നെ എന്താ പറയുക പട്ടാളക്കാരെ ചുറ്റും നടത്തി. എന്നിട്ട് ഇവന് 1 കോടി ഉറുപ്പിന്റെ 1 ലക്ഷം ഉറുപ്പിന്റെ കൂലി നിന്ന് ഞാൻ. ഇതൊക്കെ ഈ പട്ടിണി പാവങ്ങളുടെ വേർപ്പിന്റെ നികുതിപ്പണ എന്ന് ഈ തിന്നുന്നവൻ ചിന്തിക്കണ്ടേ? അപ്പൊ ഇതാണ് അവസ്ഥ. എന്നിട്ട് അങ്ങ് നടക്കൂ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണകർത്താവ് എന്നൊക്കെ ഈ ഫോറിൻ കൺട്രിയിലെല്ലാം നോക്കിയ എന്താ എല്ലാവർക്കും തുല്യനീതിയാണ്. ആരും പരസ്പരം ഒന്നും പറയാൻ പാടില്ല. വല്ല പിന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഓപ്ഷനോ ഉണ്ടെങ്കിൽ നിയമപാലകരുണ്ട്, അവരോട് പറയാം. അവര് നീതിപൂർവമായിട്ട് നമുക്കുള്ള നീതി വാങ്ങിച്ചു തരും. മനസ്സിലായ? ജനങ്ങൾക്ക് വേണ്ടി എവിടത്തേക്ക് ഗവൺമെന്റുകളും ഇവിടുത്തെ രാജഭരണമായാലും അത് ഫോം ചെയ്യുന്നത്. എന്തൊക്കെ വർഷങ്ങൾ എന്തൊക്കെ വിലവർദ്ധമുണ്ടായാലും മനുഷ്യന് ജീവിക്കാൻ നിത്യോപയോഗ സാധനം ഉണ്ടല്ലോ. നമ്മളെ രാജ്യത്ത് അരിയാണ്, ചോറാണ് കേരളത്തിനകത്ത്. എന്നതുപോലെ ഇവിടെ കുബൂസും അങ്ങനത്തെ അതിനൊന്നും ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കാനും പാടില്ല. മനസ്സിലായ? പിന്നെ ആഡംബര വസ്തുക്കൾക്കൊക്കെ നികുതിയും അതും ഇതൊക്കെ കൂടുന്നുണ്ട്. അതും നമ്മളെ ബാധിക്കുന്നത്. നമുക്ക് ജീവിക്കേണ്ട വസ്തുത നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണങ്ങളാണ്. ആ ഭക്ഷണ പദാർത്ഥത്തിന് വില വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ 2 റിയാൽ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും ഒരു മനുഷ്യനിക്ക്. 2 റിയാൽ. നാട്ടിനകത്ത് ഒരു മനുഷ്യൻ സിംഗിളായി ജീവിക്കണ്ടെങ്കിൽ 500 രൂപ ഉണ്ടായാൽ പറ്റുമോ? ഇതാ ഇവിടെയല്ല ഭരണകർത്താക്കന്മാർ ചോപ്പടാച്ചി അടിച്ചിട്ട് രാജ്യത്തിന്റെ എക്കണോമിക്സ് അങ്ങ് കൂടി, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഇങ്ങനെ GDP അങ്ങ് വർദ്ധിപ്പിച്ച്. ഇത് ഇരുന്നിട്ട് സാധാരണക്കാരനോടാ പറയുന്നത്. അതൊരു കർഷകൻ എന്തിന്റെ GDP, എന്തിന്റെ വളർച്ച? അവർക്ക് വേണ്ടത് അവരെ മക്കളെ മെയ്യായിക്ക് സ്കൂളിൽ പറഞ്ഞേക്കണം, അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിന് വില കുറച്ചിട്ട് ഭക്ഷണധാന്യങ്ങൾ കിട്ടണം. അതാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ. അല്ലാതെ ഇത് ഇനി അവിടെ കാര്യം അങ്ങ് ഇരുന്നിട്ട് എക്കണോമിക്സിന്റെ കഥയോ ഇവിടെ GDPന്റെ കഥയോ പറഞ്ഞതിൽ ഇവിടുത്തെ കർഷകരിക്ക് എന്താ അറിയോ?
അത് ആ തരത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യോ, കാര്യങ്ങൾ ഉണ്ടാക്കുവോ, GDP വളർത്തുവോ, ലാഭത്തിലാക്കുവോ ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ താഴെത്തട്ടിൽ ജീവിക്കാനുള്ള മനുഷ്യന്മാർക്കുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. മൻമോഹൻ സിംഗും കോൺഗ്രസ് ഗവൺമെന്റ് ഒക്കെ ഫോം ചെയ്യുന്ന കാലത്ത് കണ്ടിട്ടില്ലേ എങ്ങനെയാ ജനങ്ങളെ സേവിച്ചെന്നുള്ള കാര്യം? എന്നതുപോലെ ചെയ്യും. എന്നിട്ട് വാണ അടിക്കാൻ നിൽക്കുക. ഇത് വെറുതെ അന്തിച്ചർച്ചയിൽ കേടി അങ്ങ് ഇരുന്നിട്ട് അങ്ങ് നിങ്ങൾ കണ്ടില്ലേ, GDP 3500 അങ്ങ് പൊന്തി. രാജ്യത്തിന്റെ റോഡിന്റെ വികസനം കണ്ടിട്ടില്ലേ? രാജ്യത്തിന്റെ അങ്ങോട്ട് ആരോടായി പറയുന്നത്? ആർക്കാ ഇത് കേൾക്കേണ്ടത്? 140 കോടി ജനങ്ങളിൽ ഏകദേശം ഒരു സാധാരണക്കാരൻ, ഒരു 50 കോടി ജനങ്ങൾക്കും സാധാരണക്കാരനാണ്. അന്നത്തെ ജീവിതം കഴിയാൻ വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നവരാ. അവർക്ക് നിങ്ങളെ മറ്റേ കാലടക്ക GDP-യും നിങ്ങളെ മറ്റേ എന്താ പറയാ മറ്റേ കണക്കുമല്ലല്ലോ അവർക്ക് കേൾക്കണ്ടേ? ഞാനങ്ങ് അവസാനിപ്പിക്കുക. ഓക്കെ, നടക്കട്ടെ കാര്യങ്ങൾ. നമ്മളിവിടുത്തെ തന്നെ കാണും. ഓക്കെ.